ഹായ് ഗൈസ്, വെൽക്കം ടു വീലൈൻ സ്റ്റഡി പ്ലാറ്റ്ഫോം. റിവ്യൂ ആണ് നോക്കുന്നത്. ഫ്രണ്ട് പേജിലേക്ക് വരുമ്പോഴേക്കും COP26 ബന്ധപ്പെട്ടുള്ള ഡിബേറ്റ് ഡീലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിൾ കാണാം. സോ GS പേപ്പർ 3 എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. സിമിലറായിട്ട് ഈ ഒരു COP26 ബന്ധപ്പെട്ടുള്ള ഔട്ട്കമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിലുമുണ്ട്. സോ ഈ രണ്ട് ആർട്ടിക്കിളും കൂടി കണക്ട് ചെയ്തിട്ട് വേണം വായിച്ചു നോക്കാൻ. ഇത് കൂടാതെ തന്നെ പെർമനൻറ്റ് കമ്മീഷൻ ഫോർ വുമൻ എന്ന് പറയുന്ന ടൈറ്റിലൊരു ആർട്ടിക്കിൾ ഉണ്ട്. സോ ഈ ഒരു പെർമനൻറ്റ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ഹിസ്റ്ററി, ബാക്ക്ഗ്രൗണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു റിപ്പീറ്റഡ് ആർട്ടിക്കിൾ റെഫർ ചെയ്യുമ്പോഴേക്കും ഈ ഒരു ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടുള്ള ഐഡിയ മനസ്സിലാവും. ഇത് കൂടാതെ തന്നെ NSOയുടെ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ ആ ഒരു ഇൻഡെക്സുമായി ബന്ധപ്പെട്ടുള്ളൊരു ആർട്ടിക്കിളുണ്ട്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ 4.48% കാണിച്ചേക്കുന്നത്. സോ ഈ ഒരു ഇൻഫ്ലേഷനിൽ വരുന്നതാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. റീറ്റെയിൽ എന്ന് കേൾക്കുമ്പോഴേക്കും ആ ഒരു കൺസ്യൂമർ സൈഡ് ചിന്തിച്ചാൽ മതി. സോ നമ്മൾ കൺസ്യൂമേഴ്സ്, അതായത് നമ്മൾ പോയിട്ട് വാങ്ങുന്ന സാധനങ്ങളുടെ വില, അതിനെയാണ് റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോഴേക്കും ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ആ ഒരു വിലക്കയറ്റത്തിനെ നമുക്ക് റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയാം. സോ നമ്മൾ പറയത്തില്ല, ഇപ്പോൾ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആയിട്ട് എത്തുമ്പോഴേക്കും എന്താണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഒപ്പം തന്നെ ഡീലേഴ്സിൻ്റെ എല്ലാം തന്നെ പ്രൈസ് ആഡ് ചെയ്തിട്ടൊരു പ്രൈസാണല്ലോ ഫൈനലായിട്ട് വരുന്നത്. ആ ഒരു ഫൈനൽ പ്രൈസിനെ നമുക്ക് റീറ്റെയിൽ പ്രൈസ് എന്ന് പറയാം. സോ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോഴേക്കും ആ ഒരു കൺസ്യൂമർ അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് എക്സ്ട്രാ കൊടുക്കുന്ന എമൗണ്ട്, ആ ഒരു പ്രൈസിൻ്റെ ഇൻക്രീസിനെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്നും പറയാൻ പറ്റും. സോ റീറ്റെയിൽ നിന്ന് കേൾക്കുമ്പോഴേ കൺസ്യൂമർ സൈഡിലേക്ക് ചിന്തിക്കുക. ഇത് കൂടാതെ തന്നെ ചെന്നൈയിലെ റെയിൻഫാളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. സോ ഇത് റെയിൻഫാളുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലിനേക്കാളും 5 മടങ്ങ് ഹയറായിട്ടാണ് ഇവിടെ റെയിൻഫാൾ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈവൻ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ഫ്ലാഷ് ഫ്ലഡ് നമുക്ക് കാണാൻ പറ്റുമല്ലേ, അല്ലെങ്കിൽ ഈ ഒരു റീട്രീറ്റിംഗ് മൺസൂണിൻ്റെ എഫക്റ്റ് നമ്മുടെ കേരളത്തിലുമുണ്ട്. ഇപ്പോഴും മഴയാണല്ലോ. സോ ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഇന്നലെ ചെന്നൈയിലെ ആ ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആർട്ടിക്കിളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഇനി ഫ്രണ്ട് പേജിൻ്റെ കണ്ടിന്യൂഷനാണ് പേജ് നമ്പർ 8 എന്ന് പറയുന്നത്. ഈ പേജ് നമ്പർ 8 റിമോട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടൈറ്റിലൊരു ആർട്ടിക്കിൾ ഉണ്ട്. സോ ഈ ഒരു റിമോട്ട് എഡ്യൂക്കേഷൻ, ഒപ്പം തന്നെ എത്ര ഡ്രോപ്പ് ഔട്ട് റേറ്റ്, ഡിജിറ്റൽ ഡിവൈഡ്, ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റയും ഇൻഫോഗ്രാഫിക്കുമാണ് ഈ ഒരു ആർട്ടിക്കിളിൽ കൊടുത്തിട്ടുള്ളത്. GS പേപ്പർ 2 എഡ്യൂക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും ഗവർണൻസ് പോയിന്റ് ഓഫ് വ്യൂവിലും ഈ ഒരു ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാതെ തന്നെ എന്താണ് ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ലുമായി ബന്ധപ്പെട്ട് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ല്, ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഈ ഒരു പാർലമെൻ്ററി കമ്മിറ്റി കൊണ്ടുവന്നിട്ടുള്ള റിപ്പോർട്ടിൻ്റെ ഹൈലൈറ്റുമാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നോക്കേണ്ടത്. സോ GS പേപ്പർ 2 പൊളിറ്റി പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇത് കൂടാതെ തന്നെ എന്താണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് വേണ്ടുന്ന ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട് വെച്ചിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യൻ വീറ്റിൻ്റെ ട്രാൻസിറ്റ് പറഞ്ഞിട്ടുണ്ട്. സോ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള ഇന്ത്യ നടത്തിയിട്ടുള്ളത് NSA മീറ്റിംഗ് അല്ലായിരുന്നോ, അതിന് പാരലായിട്ട് പാകിസ്ഥാൻ ഒരു റീജിയണൽ മീറ്റിംഗ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാന് വേണ്ടി. അതാണല്ലോ ട്രൊയോക്ക റീജിയണൽ ഡയലോഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഡയലോഗിൽ വെച്ചിട്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള അപ്രൂവൽ കൊടുത്തിട്ടുള്ളത്. സോ ഇന്ത്യ അഫ്ഗാനിസ്ഥാന് വേണ്ടി ഇന്ത്യൻ വീട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാമല്ലോ, അഫ്ഗാനിസ്ഥാനുമായിട്ട് കണക്ടിവിറ്റി നമുക്ക് പാകിസ്ഥാൻ ആവശ്യമാണ്. സോ പാകിസ്ഥാൻ അതുമായി ബന്ധപ്പെട്ട് എക്സെപ്ഷൻ വെച്ചിട്ട് ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോഴേക്കും പേജ് നമ്പർ 6 നെഹ്റുവിൻ്റെ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ടുള്ള 2 ആർട്ടിക്കിൾ ഉണ്ട്. കാരണം നാളെ നവംബർ 14 ആണ്. നവംബർ 14 എന്താണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ 60ാമത്തെ ബർത്ത് ആനിവേഴ്സറി വരികയാണ്. സോ ഇതിൻ്റെ ബേസിസിൽ 2 എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ഉണ്ട്. ആ 2-3 വായിച്ച് നോക്കാം. ഇത് കൂടാതെ തന്നെ എന്താണ് ഫുൾ വാക്സിനേഷൻ ഐഡിയയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടൈറ്റിലൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഫ്രണ്ട് പേജിൽ COP26 കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ഉണ്ട്. സോ COP26 ഔട്ട്കമ്മിൻ്റെ ബേസിസിലാണ് ഈ ഒരു ആർട്ടിക്കിൾ പോകുന്നത്. ഈ ഒരു ഔട്ട്കം എത്രത്തോളം ക്ലൈമറ്റ് ക്രൈസിസിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, ആ ബേസിസിലാണ് ഈ ഒരു ആർട്ടിക്കിൾ പോകുന്നത്. GS പേപ്പർ 3 എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇനി പേജ് നമ്പർ 7 പോകുമ്പോഴേക്കും കാശ്മീരിലെ ടാർഗറ്റഡ് കില്ലിങ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിളുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരിലെ മൈനോറിറ്റീസും മൈഗ്രൻ്റ് വർക്കേഴ്സിനെ പറ്റിയുമാണ്. സോ ഇതൊരു കേസ് സ്റ്റഡിയാണ്. ടൈം ഉണ്ടെങ്കിൽ മാത്രം വായിച്ചു നോക്കാം.
ഇനി പേജ് നമ്പർ 9 പോകുമ്പോഴേക്കും റീജിയണൽ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ പേജ് നമ്പർ 9 നമുക്ക് ഒഴിവാക്കാം. പേജ് നമ്പർ 10 വരുമ്പോഴേക്കും സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ടിട്ട് ചീഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. സോ സൈബർ ക്രൈം ഏകദേശം 500% ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. എസ്പെഷ്യലി ഈ ഒരു ഓൺലൈൻ എന്ന് പറയുന്നത് പാൻഡമിക് ടൈം ആയപ്പോഴേക്കും എല്ലാവരും ഓൺലൈനിലേക്ക് പോയില്ലേ. ഇതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ഒരു സൈബർ ക്രൈംസിൽ കാണുന്നത്. സോ അതിൻ്റെ ബേസിസിലുള്ളൊരു ആർട്ടിക്കിളാണിത്. സോ പാൻഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള ചലഞ്ചസ് പറയുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ടൈറ്റിൽസും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ തന്നെ സുപ്രീം കോർട്ടിൽ വന്നിട്ടുള്ളൊരു പെറ്റീഷനുമായി ബന്ധപ്പെട്ടുള്ളൊരു കുഞ്ഞ് ആർട്ടിക്കിളുണ്ട്. സോ ഈ ഒരു ഹെയ്റ്റ് സ്പീച്ചുമായി ബന്ധപ്പെട്ടുള്ള ഹിയറിംഗ് ആണ് നടക്കുന്നത്. ആ ടൈമിൽ സുപ്രീം കോർട്ട് പറയുന്നൊരു ടേം ഉണ്ട്, ഡ്യൂട്ടി ഓഫ് കെയർ എന്ന് പറയുന്നത്. സോ അതോറിറ്റീസിൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എന്താണ് സിറ്റിസൺസിനെ ഇത്തരത്തിലുള്ള ത്രെറ്റിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുള്ള ടേമാണ് ഡ്യൂട്ടി ഓഫ് കെയർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ടേമുകളൊക്കെ ഓർത്ത് വെക്കുക. ഇനി പേജ് നമ്പർ 11 പോകുമ്പോഴേക്കും നമുക്കങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർനാഷണൽ ആർട്ടിക്കിൾസ് ഒന്നും തന്നെ ഇല്ല. അഫ്ഗാനിസ്ഥാനിൽ എന്താണ് അക്യൂട്ട് മൾ ന്യൂട്രീഷനാണ് അവിടുത്തെ കുട്ടികൾ നേരിടേണ്ടി വരുന്നത്. ഒപ്പം തന്നെ ചൈനയിലെ ഇൻറ്റേർണൽ ആയിട്ടുള്ള മാറ്റേഴ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. സോ ടൈറ്റിൽസ് മാത്രം വായിച്ചു വിടുക. ഇനി പേജ് നമ്പർ 12 വരുമ്പോഴേക്കും ഗവൺമെൻറ് ബോണ്ട്സുമായി ബന്ധപ്പെട്ടുള്ളൊരു ആർട്ടിക്കിളുണ്ട്. സോ ഇപ്പം സ്മാൾ ഇൻവെസ്റ്റേഴ്സിനും സാലറീഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനും ഗവൺമെൻറ് ബോണ്ട്സ് വാങ്ങാം എന്ന രീതിയിലാണ് ടൈറ്റിൽ പോയിരിക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് GS പേപ്പർ 3 എക്കണോമിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. സോ ഗവൺമെൻറ് ബോണ്ട് എന്താണ് ഈ ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത്തരത്തിലുള്ള പാരാമീറ്റേഴ്സാണ് നമ്മൾക്ക് നോക്കേണ്ടത്. GS പേപ്പർ 3 എക്കണോമിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ്. പ്രിവ്യൂവിൻ്റെ ബേസിസിൽ റിപ്പീറ്റഡ് ആർട്ടിക്കിൾസും കൂടി കമ്പൽസറി ആയിട്ട് നോക്കി പോവുക. കീപ് ലേണിംഗ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്.